യഥാർത്ഥത്തെ തിരിച്ചറിയുക, അതിലേക്ക് സഞ്ചരിക്കുക. സമൂഹം തീർത്ത് ഭ്രഷ്ടിനെ മറികടന്ന് അവനവനിലേക്കെത്തിയ കഥ പറയാനുണ്ടാകും അലനെ പോലെയുള്ള ഓരോരുത്തർക്കും. പ്രതിസന്ധികൾക്കിടയിലും സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുള്ള യാത്രയിലാണ് ഇന്ന് അലൻ ക്രിസ്റ്റഫർ. അതിന്റെ ആദ്യപടിയായാണ് IFFKയിലെ അവതാരക വേഷം. ദ ഫീമെയിൽ ഗേസ് വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം ദ ബ്രൈഡ്. സംവിധാനം ലെറ്റിഷ കൊളംബാനി. അലൻ ജനിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളമാണ് അലൻ്റെ സ്വർഗം. ഇവിടെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഒരു പക്ഷേ സമൂഹത്തിനും മുന്നോട്ട് വെക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൂടെയാണ് IFFK എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീ എന്ന മറനീക്കി പുരുഷൻ എന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറെ അവഗണനയും ഒറ്റപ്പെടലുകളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അവൻ്റെ ആഗ്രഹങ്ങളെ തോൽപ്പിക്കാനാകില്ല. ആക്ച്വലി ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ ഡബ്ബിങ്ങിൽ മാത്രം ഒതുങ്ങണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ ഡബ്ബിംഗ് എന്ന് ഒതുക്കാൻ പറ്റത്തില്ല. ശബ്ദത്തിൻ്റെ മേഖലയിൽ ചെയ്യണം എന്നുള്ളതാണ്. നല്ലൊരു മികച്ച പ്രകടനം വേണം എന്നുള്ളതാണ്. സിനിമയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മാറിയ ശബ്ദത്തിൽ ജീവിതം പടുത്തുയർത്തണമെന്നതാണ് അലൻ്റെ മോഹം. മാറ്റം ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും സംഭവിക്കില്ല. അതിന് കുറേ സമയം എടുക്കും. പക്ഷേ കുറച്ച് പുതിയ തലമുറകൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. തൻ്റെ സത്വത്തെ അംഗീകരിക്കാത്ത കപടലോകത്ത് നിന്ന് ചേർത്തു നിർത്തലിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുകയാണ് ചലച്ചിത്രമേളയിലെത്തിയ അലൻ. മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ. ജാതിമത ലിംഗഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുക. മാനവികതയുടെ വലിയ പാഠമാണ് ഓരോ IFFK വേദികളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നത്. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. AK സ്റ്റെഫനുണ്ട്. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ IFFK വേദിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു തിയേറ്ററിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അതിലെ ഈ അനൗൺസ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ആ രണ്ടുപേരെയും ഇംഗ്ലീഷിലെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ മലയാളത്തിലെ അനൗൺസ്മെൻറ്റും നമ്മൾ വളരെ കൗതുകത്തോടെ ഞാൻ ആദ്യം 17 IFFK ആണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആദ്യം ആകർഷിച്ച ആ സിഗ്നേച്ചർ ഫിലിമായിരുന്നു. അതൊരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഒരു സിഗ്നേച്ചർ ഫിലിം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അതിനുശേഷം ഈ അവതാരകരായിരുന്നു. അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ അതുപോലെ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും പേരെയൊക്കെ ആ സിനിമയെക്കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അന്ന് ഒരു വലിയൊരു കൗതുകവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു സംഭവം. അപ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് ഇവരാണെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഈ അലനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാക്കേജ് കണ്ടപ്പോൾ മനസ്സിലാവുന്നത് നമുക്കൊരു വലിയൊരു വിഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഏതൊരു ഒറ്റപ്പെടുത്തലിനെയും അല്ലെങ്കിൽ അവഗണനകളെയും ഒക്കെ നമുക്ക് നിഷ്പ്രയാസം തള്ളി മാറ്റാനും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും എന്നുള്ളതാണ്. അതാണ് ഈ അലനെയും ഇത്തരത്തിൽ ഒരു അലൻ ആഗ്രഹിച്ചൊരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേ സ്റ്റെഫിൻ? തീർച്ചയായിട്ടും ഈ IFFK വേദി എന്ന് പറയുമ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേള സിനിമകളുടെ ഒരു പ്രദർശന വേദി മാത്രമല്ല. ഇത്തരത്തിൽ കലാകാരന്മാരെയും അതോടൊപ്പം സമൂഹം പലതരത്തിൽ മാറ്റി നിർത്തുന്നവർക്കും അതോടൊപ്പം കലാകാരന്മാർക്കും അങ്ങനെ പാടാൻ അറിയുന്നവർക്കും ഒക്കെ ഒരു പ്രത്യേകമായ ഇടം, പ്രത്യേകമായ വേദി ഒരുക്കുന്ന സ്ഥലമാണ് പലപ്പോഴും ചലച്ചിത്രമേളകൾ എന്ന് പറയുന്നത്. അതാണ് അലനും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഏറെ ആഗ്രഹിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു മോഡറേറ്റർ ആവണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമയിൽ വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നൊക്കെയാണ്. അതിൻ്റെ ഒരു ആദ്യ ചുവട് മാത്രമായിട്ടാണ് അലൻ ഈ ഒരു നേട്ടത്തെ കണക്കാക്കുന്നത്. കാരണം IFFK വേദിയിൽ അദ്ദേഹത്തിന് വളരെയധികം മഹത്തായൊരു പ്രാധാന്യം തന്നെ ലഭിച്ചു. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരാൾ സിനിമ കാണാൻ വരുമ്പോൾ ആ സിനിമയെപ്പറ്റി അറിയുന്നത് അവർ പറയുന്നതിലൂടെയാണ്, ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നവർ പറയുന്നതിലൂടെയാണ്. അത്തരത്തിൽ ആ ഒരു നിലയിലേക്കൊക്കെ ഈ ഇത്രയധികം ദുരിതങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എത്താൻ അലന് സാധിച്ചു. പക്ഷേ അലൻ്റെ ഒരു യാത്ര ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സിനിമയിലേക്കാണ് ഇനി അലൻ യാത്ര ചെയ്യാൻ പോകുന്നത്. അതൊക്കെയാണ് ആഗ്രഹം. ആ യാത്രയിലേക്കൊക്കെ അലന് ഇനിയും എത്തിച്ചേരാൻ കഴിയട്ടെ.
തന്നെയാണ് സ്റ്റെഫിൻ. എന്താണെങ്കിലും അലൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകട്ടെ. ഈ IFFK വേദി എന്ന് പറഞ്ഞത് സിനിമകളുടെ മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാര വേദി കൂടിയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നൊക്കെ വന്നിട്ട് ആ സ്വപ്നങ്ങളെയൊക്കെ കയ്യെത്തിപ്പിടിക്കുന്ന നിരവധി പേരെ നമുക്ക് ഓരോ ചലച്ചിത്രമേളയിലും കാണാൻ കഴിയും. ഇക്കുറി അത് അലൻ്റെ പോരാട്ടങ്ങളുടെ കൂടി ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു, വേദിയായി മാറിയിരിക്കുന്നു. അലൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അലനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനും കഴിയട്ടെ. ശരി സ്റ്റെഫിൻ.